നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന ജാഥയുടെ കേരള യാത്രയുടെ പേരാണിത്. പുതുയുഗ യാത്ര. ഫെബ്രുവരി 6 മുതൽ മാർച്ച് 6 വരെയാണ് യാത്ര. യാത്രയെക്കുറിച്ച് വിശദീകരിക്കാനുള്ള വീഡിയോ അല്ല ഇത്. മറ്റൊരു കാര്യം പറയാനാണ്. അത് കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള PR പ്രകമ്പനങ്ങളെക്കുറിച്ചാണ്. പബ്ലിക് റിലേഷൻസ് പ്രകമ്പനങ്ങൾ. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി കമ്പനികളുടെ കൊയ്ത്ത് കാലമാണത്രേ ഇത്. ഒരു പൊതു തെരഞ്ഞെടുപ്പ് കോലാഹലം ആരംഭിച്ചു കഴിയുമ്പോൾ പേരുകളും പ്രയോഗങ്ങളും വാചകങ്ങളും ശൈലികളും ഒക്കെ ഏത് മട്ടിലാണ് നമുക്ക് ചുറ്റും ഇങ്ങനെ സഞ്ചരിക്കുന്നത് എന്ന് അധിക ദൂരമൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോഴുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾ, ജേർണലിസ്റ്റുകൾ സൃഷ്ടിക്കുന്ന മാധ്യമപ്രവർത്തനം പോലും അല്ലാതായി കഴിഞ്ഞു. വാർത്താ നിർമ്മാണം. PR കമ്പനികൾ ക്യാപ്സൂളുകളായി വാർത്തകൾ നൽകുന്നു. ഓരോ പാർട്ടിയുടെയും മുന്നണിയുടെയും വാർത്തകൾ അങ്ങനെ ഇങ്ങനെ ഒഴുകിയെത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നൽകുന്ന വിധത്തിലേക്കുള്ള മധ്യവർത്തി പ്രവർത്തനമായി പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് തന്നെ മാറിക്കഴിഞ്ഞു എന്ന വിമർശനം ഉയരുന്നു. PR-ൽ മുന്നിലാരാണോ അവർ മുഖ്യധാര നറേറ്റീവുകളിൽ മുന്നിലെത്തും. മാധ്യമ സ്വാധീനത്തിലൂടെ അത് സാധിച്ചെടുക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അല്ലാത്തവർ മെല്ലെ പിന്നിലേക്ക് മടങ്ങേണ്ടി വരുമത്രേ. പഴയ കാലത്തേതുപോലെ ജനങ്ങൾ എല്ലാം തിരിച്ചറിയും എന്ന മട്ടിലുള്ള പ്രസ്താവന തന്നെ അസ്ഥാനത്തായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പുതുയുഗ യാത്രയിൽ നിന്ന് തുടങ്ങാം. UDFന്റെ ജാഥ വി.ഡി. സതീശൻ നയിക്കുമ്പോൾ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന അവതരണം കൂടിയാണ് നടക്കുന്നത്. 5 വർഷം പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരുന്ന് നല്ല ജോലി ചെയ്തതിൻ്റെ കരുത്ത് സതീശനുണ്ട്. ചെന്നിത്തലയും KC വേണുഗോപാലും അടക്കം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ എന്ന നറേറ്റീവ് മറ്റൊരു ഭാഗത്ത് മറ്റു ചില PR കമ്പനികളിൽ നടത്തപ്പെടുന്നുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. പക്ഷേ സതീശൻ്റെ യാത്രയോടെ ഒരു പരിധിവരെ അതെല്ലാം അസ്ഥാനത്താകും. PR മുദ്രാവാക്യങ്ങൾ നിരന്തരം വരുമ്പോൾ അതൊരു പരിധിവരെ പ്രചരണ ശക്തിയായി മാറും എന്നത് ഒരു വസ്തുതയാണ്. ഗ്രൗണ്ട് റിയാലിറ്റി കൂടി അനുകൂലമാണെങ്കിൽ PR ക്യാപ്ഷനുകൾക്ക് കരുത്തും കൂടും. 2016-ലെ PR മുദ്രാവാക്യങ്ങൾ മുതൽ നമുക്ക് ഈ വീഡിയോയുടെ പ്രധാന ഘട്ടത്തിലേക്ക് കടക്കാം. അന്ന് ഇന്നത്തെ അത്രയും ശക്തമല്ല സോഷ്യൽ മീഡിയ. അതുകൊണ്ട് അപ്പോൾ മാറ്റിപ്പിടിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നുമില്ല. 2016-ൽ 3 മുന്നണികളുടെ PR ക്യാപ്ഷനുകളും ശ്രദ്ധേയമായിരുന്നു. അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമഗ്രമായ അനാസ്ഥയും തകർന്ന കേരളത്തിൻ്റെ ഗതിയും വലിയ പ്രതിഷേധ സാഹചര്യം സൃഷ്ടിച്ചിരുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് പ്രതിപക്ഷങ്ങളുടെ മുദ്രാവാക്യങ്ങൾക്ക് കരുത്തു കൂടുതലുമായിരുന്നു. വഴിമുട്ടിയ കേരളം വഴികാട്ടാൻ BJP എന്നതായിരുന്നു BJPയുടെ ക്യാച്ച് വേർഡ്. LDF വരും, എല്ലാം ശരിയാകും എന്നതായിരുന്നു LDFന്റെ വാക്ക്. ആദ്യം എല്ലാം ശരിയാകും എന്നത് പപ്പുവിൻ്റെ വെള്ളാനകളുടെ നാട്ടിലെ കോമഡിയോട് ചേർത്ത് ഇപ്പം ശരിയാക്കി തരാമെന്നുള്ള കോമഡിയോട് ചേർത്ത് വലിയ പരിഹാസത്തിന് എതിരാളികൾ ഇരയാക്കിയിരുന്നു. മാധ്യമങ്ങളിലും അത് അങ്ങനെയുള്ളൊരു ക്യാപ്ഷനാക്കിയാണ് വ്യാഖ്യാനിച്ചിരുന്നത്. പക്ഷെ സംഗതി അങ്ങ് ക്ലച്ച് പിടിച്ചു. ജനം ഏറ്റെടുത്തു. വളരണം ഈ നാട്, തുടരണം ഈ ഭരണം എന്നതായിരുന്നു അന്നത്തെ തുടർഭരണം ലക്ഷ്യം വെച്ചുള്ള UDF മുദ്രാവാക്യം. തുടർഭരണം കിട്ടുമെന്ന നരേറ്റീവ് മുഖ്യധാര മാധ്യമങ്ങളിലും സജീവവുമായിരുന്നു. പക്ഷേ തുടരണ്ട എന്ന് നാട്ടുകാർ തീരുമാനിച്ചു. കുറേ ശരിയാക്കാനുണ്ട്, എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്നു, അതുകൊണ്ട് ശരിയാക്കുന്നവർ വരട്ടെ എന്ന് തീരുമാനിച്ചു. PR ക്യാപ്ഷനുകളിൽ എല്ലാം ശരിയാകും എന്ന ക്യാപ്ഷൻ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. 5 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ എല്ലാം ശരിയാക്കിയോ? രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം കരുത്താർജിച്ച് മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിക്കുന്ന സ്ഥിതിയായിരുന്നു 2021-ൽ. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനെ വരെ നിയോഗിച്ച് നിഴൽ മന്ത്രിസഭ രൂപീകരിച്ച് ഭരണം പിടിക്കാൻ ഇറങ്ങിത്തിരിച്ച കഥ വരെ മനോരമ പത്രം അടക്കം എഴുതി. എല്ലാം ശരിയാകുമെന്ന 5 വർഷം മുമ്പത്തെ മുദ്രാവാക്യം വീണ്ടും പരിഹസിക്കപ്പെട്ടു. 2021-ൽ അങ്ങനെ പൊതു തെരഞ്ഞെടുപ്പിന് പുത്തൻ മുദ്രാവാക്യങ്ങൾ ഒഴുകിയിറങ്ങി. മാറി ചിന്തിക്കൂ, മാറ്റത്തിനായി മുന്നേറൂ, പുതിയ കേരളത്തിനായി എന്ന മുദ്രാവാക്യവുമായി BJP രംഗത്തെത്തി. ഉറപ്പാണ് LDF എന്നതായിരുന്നു LDFന്റെ വാഗ്ദാനം. തുടർഭരണ പ്രതീക്ഷ നിർത്തിക്കൊണ്ട് നാട് നന്നാക്കാൻ UDF എന്ന് UDFും പറഞ്ഞു. UDFന്റെ PR തെരഞ്ഞെടുപ്പിൽ ഏശിയില്ല. ശരിയാക്കിയവർ തന്നെ മതിയെന്ന് ജനത്തിന് തോന്നി. അങ്ങനെ LDFന്റെ PR വിജയിച്ചു. ഉറപ്പായി LDF വന്നു. UDFന്റെ മുദ്രാവാക്യം നാട് നന്നാക്കാൻ UDF എന്നായിരുന്നല്ലോ. അതുമാത്രം നന്നാക്കണ്ട, അത്രമാത്രം നന്നാക്കണ്ട, നന്നാക്കിയതൊക്കെ കുറേ കണ്ടതാണ്, നിങ്ങൾ വന്ന് ശരിയാക്കിയതൊക്കെ കൊളാക്കണ്ട എന്ന മട്ടിൽ ജനം LDFന് ഭൂരിപക്ഷം കൂട്ടിക്കൊടുത്തു. 99 കൊടുത്തു. അങ്ങനെ ആ PR മത്സരത്തിലും LDF വിജയിച്ചു. ഇനി മൂന്നാമത്തെ ഘട്ടമാണ്. ഇപ്പോൾ PR അതിപ്രസരത്തിൻ്റെ കാലവുമാണ്. പിണറായി വിജയൻ 2 ടേം പൂർത്തിയാക്കി. അതിൻ്റെ അടുത്ത 3-ാം ഘട്ടത്തിലേക്ക് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെ പ്രചരണത്തിലേക്ക് കടക്കും എന്നുള്ള വാർത്തകളൊക്കെയാണ് LDFന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പുറത്ത് രമേശ് ചെന്നിത്തല മാറി വി.ഡി. സതീശൻ പ്രതിപക്ഷമായിരുന്ന 5 കൊല്ലമാണ്. വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ പുതുയുഗ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിക്കാൻ പോവുകയാണ്. സോഷ്യൽ മീഡിയ സെക്കൻഡ് വെച്ച് തരംഗവും നറേറ്റീവുകളും സൃഷ്ടിക്കാൻ കെൽപ്പ് നേടിയ കാലവുമാണ്. 2026-ലെ തെരഞ്ഞെടുപ്പിനായി കാത്തു നിൽക്കുമ്പോൾ ഇതുവരെ മുദ്രാവാക്യങ്ങൾ
മുദ്രാവാക്യങ്ങൾ ഔദ്യോഗികമായി കാര്യമായി വന്നിട്ടില്ല. BJP ആണ് വികസനത്തെ മുൻനിർത്തി ക്യാച്ച് വേർഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. കോൺഗ്രസ് കടക്കുപുറത്ത് എന്ന കനകലു ക്യാപ്ഷനാണ് കൊണ്ടുവരുന്നത് എന്ന് വാർത്തകളിൽ നിന്നൊക്കെ കേട്ടിരുന്നു. അത് നശീകരണാത്മകമായ ഡയലോഗാണ്, പ്രതിപക്ഷത്തിന് പറ്റിയതല്ല, അതുകൊണ്ട് അത് വേണ്ട എന്ന് ചില മുതിർന്ന നേതാക്കൾ എതിർത്തു എന്നും അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ മറ്റ് ചില വാക്കുകൾ പരിഗണിക്കുന്നു എന്നുമൊക്കെ കേൾക്കുന്നുണ്ട്. VD സതീശൻ്റെ യാത്രയുടെ പേര് ഏതായാലും ഒരു പ്രതിപക്ഷ മുന്നണിക്ക് പറ്റിയ മുദ്രാവാക്യം തന്നെയാണ്. പുതുയുഗ യാത്ര. ഒരു ദശകത്തിന് ശേഷം ഭരണത്തിലേക്കുള്ള യാത്ര എന്ന സ്വപ്നം ആ പേരിലുണ്ട്. വിസ്മയം എന്ന വാക്കിലൂടെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ UDF അടുത്ത ദിവസങ്ങളിൽ ശ്രമിച്ചതാണ്. ഇവിടെ വിസ്മയം ഉണ്ടാകും എന്ന VD സതീശൻ്റെ പ്രയോഗവും വിസ്മയത്തിൻ്റെ തുടർച്ചയായി എന്താണ് വിസ്മയം എന്നൊക്കെയുള്ള ചാനൽ ചർച്ചകളും വിസ്മയം 1, 2, 3 എന്നൊക്കെ തലക്കെട്ടിട്ടുള്ള പരിപാടികളുമൊക്കെ ഒരുങ്ങിയതാണ്. അങ്ങനെ വിസ്മയം 1 എന്ന തലക്കെട്ടിട്ട് ആയിഷ പോറ്റിയുടെ പാർട്ടി മാറ്റം വലിയ നേട്ടമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ്. എന്നാൽ കൊട്ടാരക്കരയിലെ നേട്ടം കേരള ലെവലിൽ ക്ലിക്കായില്ല. വിസ്മയം 1 എന്ന തലക്കെട്ടിട്ട് ചാനലുകളിൽ PR ബ്രേക്കിങ്ങുകൾ വന്നതാണ്. വിസ്മയം 2, 3 എന്ന മട്ടിൽ തലക്കെട്ടുകളും ബ്രേക്കിങ്ങുകളും തയ്യാറുമായിരുന്നു അത്രേ. പക്ഷേ വിസ്മയം എന്ന വാക്കിനോട് ആ ഓപ്പറേഷൻ നീതി പുലർത്തിയില്ല. ഒന്നാമത്തേത്, മിനിമം ജോസ് കെ മാണിയെങ്കിലും വേണമായിരുന്നു എന്ന പൊതുവികാരം PR ആരാധകരിൽ ഉണ്ടായിരുന്നു. ജോസ് കെ മാണിയുടെ PR പാളിയും പോയി. ജോസ് തന്നെ നിഷേധിച്ചു. പിന്നീട് റോഷി കടുത്ത നിലപാടും പ്രഖ്യാപിച്ചു. വിസ്മയം അതുകൊണ്ട് തുടക്കത്തിലെ പാളിയതിൻ്റെ ആ വാക്ക് പാളിയതിൻ്റെ ജാഗ്രത ഇപ്പോൾ പ്രതിപക്ഷത്തിനുണ്ട്. പുതുയുഗ യാത്രയിൽ അതിൻ്റെ ഗുണം കാണാനുമുണ്ട്. പുതുയുഗ യാത്ര ഇനി മാധ്യമ നെഗറ്റീവുകൾക്ക് സഹായകമാകും എന്ന് ഉറപ്പാണ്. CPMൻ്റെയും LDFൻ്റെയും മുദ്രാവാക്യം എന്താണോ എന്ന് നമുക്കിതുവരെ പിടിയിട്ടില്ല. അവർ പൊതുവെ അടുത്ത കാലത്തായി PR-ലൊക്കെ പിന്നിലായി നിൽക്കുകയാണ്. സോഷ്യൽ മീഡിയയിലും പഴയ പോലെ കരുത്ത് കാണിക്കുന്നില്ല. മന്ത്രിമാരൊക്കെ അടുത്ത നാളുകളിലാണ് രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ സജീവ പ്രതികരണങ്ങളിൽ എത്തിയത്. അതല്ലാതെ സ്വന്തം വകുപ്പിൻ്റെ കാര്യവും നോക്കി നടക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും മൂന്നാം ഭരണം ലക്ഷ്യമിട്ട് വരുന്നവർക്ക് അസാധാരണമായ മുദ്രാവാക്യം തന്നെ വേണ്ടിവരും. ഇലക്ഷൻ മുദ്രാവാക്യം അണിയറയിൽ ഒരുങ്ങുന്നതേ ഉള്ളൂവെങ്കിലും ഫാൻ മെയ്ഡ് സംഭവങ്ങൾ വരുന്നുണ്ട്. CPM-നെ സംബന്ധിച്ച് ക്ഷേമ പദ്ധതികളും മറ്റ് വികസന പ്രവർത്തനങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് അവരുടെ നേരത്തെയുള്ള പ്രഖ്യാപനം. CPM-ന് പിണറായി 3.0 എന്ന മട്ടിലുള്ള പ്രചരണം ഫാൻ മെയ്ഡായിട്ട് നടക്കുന്നുമുണ്ട്. ഒപ്പം മൂന്നാം ഭരണം മുൻനിർത്തിയുള്ള മുദ്രാവാക്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പല മട്ടിൽ വരുന്നുണ്ട്. എന്തായാലും ക്യാച്ച് വേർഡ് തയ്യാറാക്കുന്നതിൽ ഏത് PR കമ്പനി ആയാലും സംഗതി മൂന്നാം ഭരണം എന്ന ആശയത്തിൽ ഊന്നിയാകും CPM-ൻ്റെ പോക്ക്, LDF-ൻ്റെ പോക്ക് എന്ന് ഉറപ്പാണ്. എന്തായാലും PR യുദ്ധത്തെക്കുറിച്ച് രാഷ്ട്രീയ നേതാക്കൾക്കും നല്ല വ്യക്തതയുണ്ട്. CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കളുടെ PR സങ്കല്പങ്ങൾ ഇന്ന് മനോരമ പത്രത്തിൽ അഭിമുഖത്തിലൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കനകോലു ആണ് കോൺഗ്രസിൻ്റെ പബ്ലിക് റിലേഷൻസ് ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ഒക്കെ തീരുമാനിക്കുന്നതും നിർദ്ദേശിക്കുന്നതും. അതിനനുസരിച്ചാണ് നേതാക്കൾ പ്രവർത്തിക്കുന്നത്. അവരുടെ സമീപനത്തിലും അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ സമീപകാലത്ത് കാണാനുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിൽ സുനിൽ കനകോലുവിനെ മുൻനിർത്തിയുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ മത്സരിക്കുന്നില്ല, പാർട്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല എന്നൊക്കെയുള്ള തലക്കെട്ടിൽ വന്ന അഭിമുഖത്തിൽ പ്രധാനമായി ഉള്ളത്. സുനിൽ കനകോലുവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല എന്താണ് എന്നാണ് ചോദ്യം. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയായ കനകോലു ഇപ്പോൾ കോൺഗ്രസിൽ അംഗമാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹവും ഭാഗമായ കാര്യമാണ് എന്ന് വെച്ച് അദ്ദേഹമല്ല തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. കോൺഗ്രസ്സുകാരെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സേവനം ഞങ്ങൾ ഉപയോഗിക്കുന്നു, അത് പ്രതിഫലം നൽകിയല്ല എന്നാണ് ഈ അഭിമുഖത്തിൽ പറയുന്നത്. KC വേണുഗോപാലിൻ്റെ അഭിമുഖത്തിൽ പ്രധാനമായി വിശദീകരിക്കുന്നത്. ഒപ്പം MA ബേബിയുടെ പ്രതികരണം, MA ബേബിയുടെ അഭിമുഖവും ഉണ്ട്. ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അദ്ദേഹം UDF-ൻ്റെ കനകോലു പ്രശ്നം അദ്ദേഹം ഉന്നയിച്ചത്. മുഖ്യമന്ത്രി തിരുത്താനും നിയന്ത്രിക്കാനും പാർട്ടിക്ക് പരിമിതിയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി, അതൊരു കനകോലു ആഖ്യാനമാണ്. പാർട്ടി അനുസരിക്കാത്ത, അംഗീകരിക്കാത്ത ഒരാൾക്ക് ഇത്രയും വലിയ ഉത്തരവാദിത്തത്തിൽ ഇരിക്കാൻ പറ്റുമോ? സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും തീരുമാനമെടുത്തല്ലേ നയപരമായി സർക്കാർ പ്രവർത്തിക്കുന്നത്. ആ നിലയ്ക്ക് സർക്കാരിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ആളായതുകൊണ്ടല്ലേ മുഖ്യമന്ത്രിയുടെ ചുമതല ഏൽപ്പിച്ചത്. പണം നൽകി സേവനം നൽകുന്ന ഏജൻസികളുടെ സഹായം കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇത്തരം പ്രചരണങ്ങൾ. അപ്പോൾ CPM-ഉം PR ഏജൻസികളുടെ സഹായം തേടാറില്ലേ എന്നുള്ള ചോദ്യം വന്നു. അതിന് ബേബി പറയുന്ന മറുപടി, സർക്കാരിന് PR വകുപ്പുണ്ട്, അവർ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ടോ എന്നെനിക്കറിയില്ല. പാർട്ടികൾ പ്രൊഫഷണൽ സഹായം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് അതിരുണ്ടാകണം. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്ന് PR ഏജൻസി തീരുമാനിക്കുന്നതാണ് UDF-ൽ കാണുന്നത്. US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർക്ക് ഏജൻസികൾ പരിശീലനം കൊടുക്കും. അതുപോലെയുള്ള അംഗവിക്ഷേപങ്ങളോടെയല്ലേ ഇപ്പോൾ VD സതീശൻ സംസാരിക്കുന്നത്. എനിക്ക് നേരത്തെ പരിചയമുള്ള സതീശനെ അല്ല ഇപ്പോൾ കാണുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. അതായത് സതീശൻ PR കമ്പനിക്ക് അനുസരിച്ച് പ്രതികരിക്കുന്നു എന്നാണ് ഇപ്പോൾ
MA ബേബി പറയുന്നത്. നേരത്തെ പ്രത്യേകിച്ചും കോവിഡ് കാലത്തെ വാർത്താ സമ്മേളനങ്ങളിലെയൊക്കെ ഖണ്ഡിക്കാൻ പ്രതിപക്ഷം പറഞ്ഞിരുന്നത് PR കമ്പനി പറയുന്ന പോലെയാണ് പ്രസ് മീറ്റ് നടത്തുന്നത് എന്നൊക്കെയാണ്. ഇപ്പോൾ VD സതീശനെ സംബന്ധിച്ചും അത്തരത്തിലുള്ള അംഗവിക്ഷേപത്തെക്കുറിച്ച് CPMന്റെ ജനറൽ സെക്രട്ടറി തന്നെ അങ്ങനെയുള്ള ആക്ഷേപം ഉന്നയിക്കുകയാണ്. എന്തായാലും PR കേന്ദ്രീകരിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് എന്നത് ഉറപ്പായിരിക്കുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങൾ പ്രത്യേകിച്ചും പുതിയ കാലത്തിന് ആവശ്യമായ നിലയിൽ തന്നെയുള്ള മുദ്രാവാക്യങ്ങളെ ആ രീതിയിൽ അവതരിപ്പിക്കുന്നത്, അതിൽ മേൽക്കൈ നേടുന്നത്, വാർത്തകൾ സൃഷ്ടിക്കുന്നതിൽ ഒക്കെ മേൽക്കൈ നേടുന്നത് ആരായിരിക്കും എന്നതുകൂടി ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഘടകമാകും എന്ന് ഈ കാലം തെളിയിക്കുകയാണ്. ഇനിയുള്ള വമ്പൻ PR യുദ്ധത്തിന് കൂടി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.